Hi guys! ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് വീട്ടിൽ എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതും നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. ബ്യൂട്ടി പാർലർ എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു വർഷത്തേക്ക് ഒരു 3 തവണത്തേക്ക് തന്നെ നമുക്ക് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതിനകത്ത് കെമിക്കൽ അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്കത് വർഷത്തിൽ 3-ൽ കൂടുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി ഡാമേജ്ഡ് ആവും കേട്ടോ. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോകുന്ന ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് മാസത്തിൽ 1-2 തവണ അപ്ലൈ ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റും ഇല്ല. കാരണം നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഫസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഉഴുന്നാണ്. നമുക്ക് ഒരു ചിലവുമില്ല ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്, ഒരു ചിലവുമില്ല. കാരണം നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഉഴുന്നാണ്. നമുക്ക് ഉഴുന്ന് 1-2 പിടി, അത് നിങ്ങളുടെ മുടിയുടെ നീളത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്കത് എടുക്കാം കേട്ടോ. അപ്പോൾ 1-1.5 പിടിയോളം മതിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനതവിടെ എടുത്തിട്ട് നന്നായിട്ട് കഴുകി ഒരു 3 മണിക്കൂർ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിനകത്ത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊരു മിക്സി ബൗളിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളം നോക്കി ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം നമുക്ക് ഒരുപാട് അങ്ങ് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ മുടിയിൽ നിന്നൊക്കെ ഒഴുകാൻ തുടങ്ങും. കാരണം നമ്മളിത് 45 മിനിറ്റ് മുടിയിൽ വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ ലിക്വിഡ് കൺസിസ്റ്റൻസി ആവാതെ കുറച്ച് ക്രീമായിട്ട് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം നോക്കി വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതുപോലെ അങ്ങ് ചേർത്തിട്ട് നമ്മൾ ഉഴുന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ല. നമ്മുടെ ഉഴുന്ന് നല്ല രീതിയിൽ കുതിർന്നെങ്കിൽ മാത്രം നമുക്കിതുപോലെ മഷി പോലെ അങ്ങ് അരച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് കുതിർക്കാൻ വെക്കുക കേട്ടോ. ഞാൻ 3 മണിക്കൂറാണ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 3-4 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ നല്ല മഷി പോലെ അങ്ങ് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു 4 ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. എങ്കിലും നമുക്ക് ആ ഒരു പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ആയതുകൊണ്ട് ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങളും സ്കിപ്പ് ചെയ്യരുത്, ഓപ്ഷൻസും ചോദിക്കരുത്. ഇതാണ് ഇതിൻ്റെ ഒരു ഫോർമുലേഷൻ. ഈ ഒരു ഫോർമുലേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ ട്രൈ ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾക്ക് പറ്റിയ നല്ല വീഡിയോസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. അതിലേതാണ് നിങ്ങളുടെ ഹെയറിന് സൂട്ടായിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. ഇത് ഹോം മെയ്ഡ് തൈരാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്, കുറച്ചിങ്ങനെ കൊഴുപ്പ് കൂടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചേർത്തെടുക്കാൻ പോകുന്നത് നമ്മുടെ തേങ്ങാപ്പാലാണ്. പശുവിൻ പാലല്ല, തേങ്ങാപ്പാൽ, കോക്കനട്ട് മിൽക്ക് കേട്ടോ. അതും സെയിം അളവ് തന്നെ 2 ടേബിൾ സ്പൂൺ. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. ഈ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. നമ്മൾ 1-1.5 പിടിയോളം ഉഴുന്നെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര്, 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ, ഇതാണ് ഇതിൻ്റെ ഒരു അളവ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനുസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ സാഫ്രോൺ ആലോവേറ ജെല്ലാണ്. ഇനി നിങ്ങളിവിടെ നാച്ചുറൽ ആലോവേറ ജെല്ല് ചേർത്തോട്ടെ ചോദിക്കും. ഒരിക്കലും ചേർക്കരുത്. നമുക്ക് സ്റ്റോർ ബോട്ടിൽ തന്നെ വേണം. നാച്ചുറൽ ആലോവേറ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒഴുകുന്ന ടൈപ്പ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്റ്റോർ ബോട്ടിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക. എങ്കിലും നമുക്ക് ആ ഒരു തിക്ക് പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ നമ്മുടെ ഷംനുസ് ഓർഗാനി ഹെർബൽ ബ്യൂട്ടിയുടെ സാഫ്രോൺ ജെൽ, ആലോവേറ ജെൽ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ലാസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് കാസ്റ്റർ ഓയിലാണ്, നമ്മുടെ ആവണക്കെണ്ണ ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി നമ്മുടെ മിക്സി ബൗളിനകത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കൈവച്ച് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൂട്ട് റെഡിയായി കിട്ടും. നമ്മൾ ചേർത്തിരിക്കുന്ന ഓയിലാണെങ്കിലും ജെല്ലാണെങ്കിലും തേങ്ങാപ്പാൽ, തൈര്, ഇതെല്ലാം കൂടി ഒരു ഉഴുന്നിൻ്റെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക കേട്ടോ. ഒരിക്കലും അതിനകത്ത് തരിയായിട്ടോ പൊടിയായിട്ടോ ഒന്നും തന്നെ ഉണ്ടാവില്ല. നല്ല തിക്കായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉഴുന്നരയ്ക്കുന്ന സമയത്ത് വെള്ളം നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. കാരണം നമുക്കിത് ഒരുപാട് ലിക്വിഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ ഇത് 45 മിനിറ്റ് നമ്മളിത് വെച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിങ്ങനെ ഒഴുകി വരുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയുടെ ഓരോ ലെയർ എടുത്തിട്ട് ഒരാളെ ഹെൽപ്പിലുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. ഹെൽപ്പിലുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചിപ്പ് ഉപയോഗിച്ചിട്ട് മുടി ചീകി കൊടുത്താൽ മതി. അതല്ല ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ
ജസ്റ്റ് ഒരു അപ്ലൈ ചെയ്ത് ടോട്ടൽ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നമുക്ക് പാട്ടായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് നമുക്ക് ഒരു 45 മിനിറ്റ് നേരത്തേക്ക് അങ്ങ് വെക്കാം. അതല്ല നമുക്കൊരാൾ ഹെൽപ്പിനുണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ലെയറായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ബ്രഷ് ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പല്ലകലുള്ള ഒരു ചീർപ്പ് കോമ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് കോമ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒന്ന് ചീകി കൊടുക്കുക. പതുക്കെ വേണം ചെയ്യാനായിട്ട്. കാരണം ഒരുപാട് ഇട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി കൂടി അങ്ങ് പൊട്ടി അങ്ങ് പോരും കേട്ടോ. നമ്മളിങ്ങനെ ചീവി കൊടുക്കുമ്പോൾ നമ്മുടെ മുടി ഒന്ന് സ്ട്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരാൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്, ദയവായിട്ട് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, കാരണം മുടി പൊട്ടിപ്പോകും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ലെയറായിട്ട് ഓരോരോ മുടി പാട്ടായിട്ട് എടുത്തിട്ട് അതിന് മീതെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് കോമ്പ് ഉപയോഗിച്ച് ചീകി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമ്മളിത് ചെയ്തിട്ട് ഒരു 45 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ അങ്ങ് വിടുക. മുടി കെട്ടി വെക്കരുത്. നമുക്ക് മുടി ഇങ്ങനെ താഴോട്ട് തന്നെ ഇടണം കേട്ടോ. കെട്ടി വെക്കുമ്പോൾ നമുക്ക് ആ റിസൾട്ട് ഉണ്ടാവില്ല. താഴോട്ടേക്ക് അങ്ങോട്ട് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ചെയ്തൊരു 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മുടി വാഷ് ചെയ്യാം. അത് നന്നായിട്ട് നമ്മുടെ തലയിലിട്ടിരിക്കുന്ന ഈ പാക്ക് കംപ്ലീറ്റ് ആയിട്ടും ഷവറിൻ്റെ താഴെയോ അല്ലെങ്കിൽ നമ്മൾ ബക്കറ്റ് വാഷ് ആ രീതിക്ക് അങ്ങ് ചെയ്തിട്ട് കംപ്ലീറ്റും ആ ഒരു പാക്ക് കളയുക. എന്നതിന് ശേഷം അല്പം വെള്ളവും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഷാമ്പു, അതിപ്പോൾ ഏതായാലും കുഴപ്പമില്ല, ഞാൻ ഇന്ന തന്നെ വേണമെന്ന് പറയുന്നില്ല, മൈൽഡ് ഷാമ്പു വേണമെന്നോ അല്ലെങ്കിൽ ആ ഷാമ്പു വേണമെന്നോ ഒന്നും പറയുന്നത്. നിങ്ങൾ ഏത് ഷാമ്പു ആണോ ഉപയോഗിക്കുന്നത് അതൊരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് ഉപയോഗിച്ച് മുടി കഴുകിച്ച് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കിട്ടിയ ലാസ്റ്റ് ഫൈനൽ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുടി നല്ല രീതിക്ക് ഷൈനിങ് ആയിട്ടുണ്ട്, അതുപോലത്തെ നല്ല വോളിയം വെച്ചതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് മുടി പിടിക്കുമ്പോൾ തന്നെ നല്ലൊരു തിക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ആ ഒരു ഫീഡ്ബാക്ക് ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.